ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതം. 7ാം ഘട്ടത്തിൽ സജീവമായി താരപ്രചാരകരും. റേമൽ ചുഴലിക്കൊടുങ്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ തീരം തൊടും. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് നാവികസേന. ഡൽഹിയിലും രാജ്കോട്ടിലുമുണ്ടായ തീപിടുത്തങ്ങളിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര തട്ടിപ്പു സംഘങ്ങൾ രാജ്യത്തെ പൌരന്മാരുടെ മൊബൈൽ ഫോണുകളിലേക്ക് വിളിക്കുന്നത് തടയാൻ ടെലികോം സേവനദാതാക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവിന് തോൽവി. IPL ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൽ 3 റാലികളിൽ പങ്കെടുത്തു. BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ബീഹാറിലെ കാരാകാട്ട്, സാസാറാം പാർലമെന്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മിർസാപൂർ, വാരാണസി, ചന്ദൌലി, ഘോസി, ഖൊരഗ്പൂർ എന്നിവിടങ്ങളിൽ റാലികൾ നടത്തി. JDU അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും LJP രാംവിലാസ് മേധാവി ചിരാഗ് പാസ്വാനും മറ്റ് NDA നേതാക്കളും തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹിമാചൽ പ്രദേശിലെ ഷിംല പാർലമെന്റ് മണ്ഡലത്തിൽ 2 ഇടങ്ങളിൽ റാലികളിൽ സംസാരിച്ചു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പഞ്ചാബിലെ ചണ്ഡീഗഡ്, പാട്യാല എന്നിവിടങ്ങളിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബീഹാറിലെ സാസാറാമിൽ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ ബലിയ, സലേംപൂർ എന്നിവിടങ്ങളിൽ റാലികളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. റേമൽ ചുഴലിക്കൊടുങ്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ കൂടുതൽ ശക്തി പ്രാപിച്ച് അതിശക്തമായ കൊടുങ്കാറ്റായി മാറുമെന്ന് മുന്നറിയിപ്പ്. പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനും ബംഗ്ലാദേശിലെ ഖേപ്പു പാറയ്ക്കും ഇടയ്ക്കിലായിരിക്കും ചുഴലിക്കാറ്റ് കര തൊടുക. ചുഴലിക്കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് നാവികസേന അറിയിച്ചു. മരുന്നുകളും മറ്റ് അടിയന്തര അവശ്യവസ്തുക്കളുമായി 2 കപ്പലുകൾ നാവികസേന തയ്യാറാക്കിയിട്ടുണ്ട്. സീ കിങ്, ചേതക് ഹെലികോപ്റ്ററുകൾ, ഡോർണിയർ വിമാനങ്ങൾ എന്നിവയും കർമ്മരംഗത്തുണ്ട്. സമഗ്രമായ സഹായങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനായി പ്രത്യേക ഡൈവിംഗ് സംഘങ്ങളും കൊൽക്കത്തയിലും വിശാഖപട്ടണത്തും സജ്ജമാണ്. റേമൽ കൊടുങ്കാറ്റിനെ നേരിടാനൊരുങ്ങി പശ്ചിമബംഗാൾ. നബാന്ന ഭവനിലെ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. ദുരന്ത മുന്നൊരുക്കങ്ങൾക്കായി കൊൽക്കത്ത പോലീസ് ആസ്ഥാനത്ത് സംയോജിത കൺട്രോൾ റൂമുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 21 മണിക്കൂർ വരെ വിമാനയാത്രകൾ റദ്ദാക്കാൻ തീരുമാനിച്ചതായി കൊൽക്കത്ത വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ ഡൽഹി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന. വിവേക് വിഹാറിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 6 നവജാത ശിശുക്കൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. രാജ്കോട്ടിൽ അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഗുജറാത്ത് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. കേസ് നാളെ പരിഗണിക്കും. TRP ഗെയിംസ് സോണിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 27ആയി. വെൽഡിംഗ് തൊഴിലാളിയുടെ അശ്രദ്ധ തീപിടുത്തത്തിന് കാരണമായെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സ്ഥലം സന്ദർശിച്ച ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി പറഞ്ഞു. ഗെയിം സോണിന്റെ ഉടമ ഉൾപ്പെടെയുള്ളവരെ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. ഗുജറാത്തിലും ഡൽഹിയിലുമുണ്ടായ ദാരുണമായ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ത്യൻ പൌരന്മാരുടെ മൊബൈൽ ഫോൺ നമ്പറുകളിലേക്ക് അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘങ്ങൾ കോൾ ചെയ്യുന്നത് തടയാൻ ടെലികോം സേവനദാതാക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. കോളിംഗ് ലൈനിൽ കൃത്രിമം കാട്ടി ഇന്ത്യയിൽ നിന്നുള്ള മൊബൈൽ നമ്പരാണെന്ന് തോന്നും വിധമാണ് തട്ടിപ്പുകാർ അന്താരാഷ്ട്ര കോളുകൾ ചെയ്യുന്നത്. ഇത് നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും കാരണമാകുന്നതായി വാർത്താവിനിമയ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യത്തെ ലാൻഡ് ലൈൻ നമ്പറുകളിലേക്ക് വ്യാജ അന്താരാഷ്ട്ര കോളുകൾ വരുന്നത് ടെലികോം സേവനദാതാക്കൾ നേരത്തെ തന്നെ തടഞ്ഞിട്ടുണ്ട്.
കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ സേവന കാലാവധി 1 മാസം കൂടി ദീർഘിപ്പിച്ചു. ജൂൺ 30 വരെ കാലാവധി ദീർഘിപ്പിക്കാനാണ് ക്യാബിനറ്റ് അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി അനുമതി നൽകിയത്. ഈ മാസം 31 വരെയായിരുന്നു കാലാവധി. 2022 ഏപ്രിൽ 30-നാണ് ഇദ്ദേഹത്തെ കരസേനാ മേധാവിയായി നിയമിച്ചത്. വിശുദ്ധ നഗരമായ മക്കയിലേക്ക് ചരിത്രത്തിലാദ്യമായി അതിവേഗ ട്രെയിനിൽ യാത്ര ചെയ്ത് ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ. ജിദ്ദയിലെത്തുന്ന തീർത്ഥാടകർ സാധാരണയായി ബസ്സുകളിലാണ് മക്കയിലെത്തുന്നത്. എന്നാൽ മണിക്കൂറിൽ 300 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിൻ സർവീസ് ജിദ്ദയ്ക്കും മക്കയ്ക്കുമിടയിലുള്ള യാത്രാസമയം പകുതിയായി കുറയ്ക്കും. ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 32,000 തീർത്ഥാടകർ ഈ വർഷം ട്രെയിൻ സേവനം പ്രയോജനപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ തിളങ്ങി ഇന്ത്യ. മികച്ച നടി ഉൾപ്പെടെ 2 സംവിധായകരും ഒരു ഛായാഗ്രാഹകനും ലോകത്തിലെ പ്രമുഖ ചലച്ചിത്രമേളയിൽ അവാർഡുകൾ നേടിയത് ഇന്ത്യയ്ക്ക് അഭിമാന മുഹൂർത്തമായി. മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ചിത്രത്തിന്റെ സംവിധായിക പായൽ കപാഡിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പായലിന്റെ കഴിവുകൾക്കുള്ള ആദരം എന്നതിലുപരി ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകർക്കുള്ള പ്രചോദനം കൂടിയാണ് പുരസ്കാരമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒരു റിപ്പോർട്ട്. ക്യാൻ ചലച്ചിത്രമേളയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ഇത്രയധികം പുരസ്കാരങ്ങൾ നേടുന്നത്. 2 നഴ്സുമാരുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഹിന്ദി മലയാളം ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് 30 വർഷത്തിന് ശേഷം ഇതാദ്യമായി മേളയിലെ പരമോന്നത പുരസ്കാരമായ പാം ഡി ഓറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കപാഡിയയുടെ ചിത്രം ഈ വിഭാഗത്തിൽ 2ാം സ്ഥാനത്തെത്തി ഗ്രാൻഡ് പ്രീ കരസ്ഥമാക്കി. ചിത്രത്തിൽ മലയാളി നടികളായ കനി കുസൃതി, ദിവ്യപ്രഭ എന്നിവരും അഭിനയിച്ചിരുന്നു. ദി ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി അനസൂയ സെൻഗുപ്ത കാനിൽ ചരിത്രം സൃഷ്ടിച്ചു. ഹ്രസ്വചിത്ര വിഭാഗമായ ലാ സിനിഫിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി ചിദാനന്ദ് എസ് നായിക് സംവിധാനം ചെയ്ത സൺഫ്ലവേഴ്സ് വേർ ദി ഫസ്റ്റ് വൺസ് ടു നോ 1ാം സമ്മാനം നേടി. പ്രശസ്ത ഛായാഗ്രാഹകൻ സന്തോഷ് ശിവൻ പിയറി ആൻഡ് ജെനോ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരനുമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോലാലംപൂരിൽ നടന്ന മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവിന് തോൽവി. ലോക 7ാം നമ്പർ താരം ചൈനയുടെ വാങ് ഷി ഇയോടാണ് സിന്ധു പരാജയപ്പെട്ടത്. സ്കോർ 16-21, 21-5, 21-16. IPL ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്ത് കുളച്ചൽ മുതൽ കിലക്കര വരെ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങളുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണം. തീരത്തേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 45ാം സംസ്ഥാന സമ്മേളന പൊതുയോഗം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ലോകവിജ്ഞാനത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആയുർവേദമെന്ന് മന്ത്രി പറഞ്ഞു. ആയുർവേദത്തിന്റെ നന്മകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഘാട്ട്കോപ്പർ പരസ്യ ബോർഡ് അപകട കേസിൽ പരസ്യ കമ്പനി ഡയറക്ടറുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 29 വരെ ദീർഘിപ്പിച്ചു. അപകടത്തിന് 3 ദിവസത്തിന് ശേഷം ഈ മാസം 16-നാണ് കമ്പനി ഡയറക്ടർ ഭവേഷ് ഭിണ്ടയെ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഭവേഷ് സ്ഥാപിച്ച മറ്റ് പരസ്യ ബോർഡുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നാവശ്യപ്പെട്ട് റിമാൻഡ് കാലാവധി ദീർഘിപ്പിക്കണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. പാപ്പുവ ന്യൂഗിനിയിലുണ്ടായ അതിശക്തമായ മണ്ണിടിച്ചിൽ 670ഓളം പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി ഐക്യരാഷ്ട്രസഭ അധികൃതർ. ഏങ്ക പ്രവിശ്യയിൽ വെള്ളിയാഴ്ച പുലർച്ചെ 3-ഓടെയായിരുന്നു അപകടം. ജനങ്ങൾ ഉറങ്ങവെയാണ് അപകടം. 150-ലേറെ വീടുകൾ തകർന്നു. മണ്ണിടിച്ചിൽ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നതായും 4000-ലേറെ പേരെ മണ്ണിടിച്ചിൽ ബാധിച്ചതായും അധികൃതർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതം. 7ാം ഘട്ടത്തിൽ സജീവമായി താരപ്രചാരകരും. റേമൽ ചുഴലിക്കൊടുങ്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ തീരം തൊടും. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് നാവികസേന. ഡൽഹിയിലും രാജ്കോട്ടിലുമുണ്ടായ തീപിടുത്തങ്ങളിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര തട്ടിപ്പു സംഘങ്ങൾ രാജ്യത്തെ പൌരന്മാരുടെ മൊബൈൽ ഫോണുകളിലേക്ക് വിളിക്കുന്നത് തടയാൻ ടെലികോം സേവനദാതാക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം.
മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവിന് തോൽവി. IPL ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.